കേരളത്തിന് ഒരു ഇരട്ട മുകളിൽ ഇരട്ടച്ചങ്കനായ മഹാരാജാവുണ്ട്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. ഇതാണ് കേരളത്തിന്റെ ആവശ്യം. അത് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം. ഇപ്പം നിലവിൽ അതാണ്. റീസൺലി എല്ലാവരും ഏകീകരിച്ചെടുക്കുകയാണ്. ഇപ്പോഴെന്തോ മുല്ലപ്പെരിയാർ ഡാമിന് അപകടം വരാൻ പോവുകയാണ് എന്നൊരു ചിത്രമുണ്ടാക്കുകയും അതിന്റെ ഭാഗമായി ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നൊരു ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് മഹാരാജ അതെങ്ങനെയാണ് ഒരു വെറും കേവല ഭീതി ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഭീതി പടർത്തുക എന്നൊക്കെ പറയാൻ പറ്റുക? അങ്ങ് കുറച്ച് മുമ്പേ, അതായത് ഒരു 8-7 കൊല്ലം മുമ്പ് പറഞ്ഞുള്ള ഒരു കാര്യമാണ് കേരളത്തിന്റെ ആവശ്യമാണ് പുതിയൊരു ഡാം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോ ഇതിപ്പോ ഒരു ഭീതി എന്ന് പറയുമ്പോ മുമ്പ് നിങ്ങൾ പറഞ്ഞ ആ ഒരു കേരളത്തിന്റെ ആവശ്യം, അതല്ലെങ്കിൽ അപകട സാധ്യതയെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരു സാധനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് സ്വപ്നം കണ്ടതായിരുന്നു മഹാരാജ. മഹാരാജ തീർച്ചയായും പ്രശ്നത്തെ മറ്റൊരു തരത്തിൽ വഴിതിരിച്ചു വിടലാണ്. അത്തരത്തിലുള്ള ഒരാപൽ പ്രശ്നവും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അനാവശ്യമായ ഭീതി പരത്തി ഇത്തരമൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടരെ നിയമപരമായി തന്നെ നേരിടേണ്ടത്. എല്ലാം കൊണ്ട് നിയമപരമായിട്ട് ഒതുക്കാനോ കേസ് എടുത്തുകൊണ്ട് പാവപ്പെട്ട ആൾക്കാരെ ഇതാക്കണ മാതിരിയല്ല. ഈ ഡാം എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം മനുഷ്യർ എന്തായാലും മരിച്ചു ഒഴുകി തീർന്നു പോകും. അവരുടെ ജഡങ്ങൾ ജീർണിച്ച് പൊന്തിക്കഴിഞ്ഞാൽ മാത്രം കിട്ടുള്ളൂ. ഒരു തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ആ മേഖലയിൽ താമസിക്കുന്ന പത്തനംതിട്ട അല്ലെങ്കിൽ ഇടുക്കി, എറണാകുളം പോലുള്ള ആ ജില്ലകളിൽ മൊത്തത്തിൽ ഒരു മനുഷ്യനെ പോലും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കും. ഓരോ കുട്ടി പോലും, ആ കുട്ടീന്റെ ശവം പോലും ജീർണിച്ച് പൊന്തിയതിന്റെ ശേഷം മാത്രം കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും കേരളത്തിലുണ്ടാവുക. കാരണം ഒരു ഏതെങ്കിലും രീതിയിൽ ഒരു മുൻകരുതലോ രക്ഷയോ ഒന്നും നടക്കൂല. കാരണം അത് വെള്ളത്തിനോട് കളിക്കാൻ പാടില്ല എന്ന് മഹാരാജാവിന് അറിയോ? മഹാരാജ മുല്ലപ്പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച് ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. മുല്ലപ്പെരിയാറിലെ വിവാദം മരമുറി ഉത്തരവിൽ വ്യക്തമായ ഉത്തരം പറയാതെ സർക്കാർ. മുല്ലപ്പെരിയാറിൽ ബേബി ഡാം ബലപ്പെടുത്തുന്നതിന് മരം മുറിക്കാൻ അനുമതി നൽകിയത് സിൽവർ ലൈൻ ട്രെയിൻ പോകുന്നത് പോലെയാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഞങ്ങൾ മരവിപ്പിച്ചു എന്നാണ്. സാർ എന്തിനാ മരച്ചു നിൽക്കുന്നത്? ഈ സർക്കാരിനകത്ത് കൊണ്ട് അത് റദ്ദാക്കിക്കൂടാ. നിങ്ങളിപ്പോ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ഞങ്ങളിത് മരവിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്തുകൊണ്ട് റദ്ദ് ചെയ്തുകൂടാ? ഇനി അങ്ങനെ ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഹൃദയമായിട്ടുള്ള വലിയൊരു നഗരമായിട്ടുള്ള എറണാകുളത്തിന്റെ നടുവിൽ കൂടെ പുതിയൊരു നദിയായി ഒഴുകപ്പോ ആ നദി പുതിയൊരു പേരിലായിരിക്കും ആ കാലത്ത് അറിയപ്പെടുക. ഇപ്പോഴല്ല, ഡാം പൊട്ടിയാൽ ആദ്യം ഇരട്ടച്ചങ്കന് വേണ്ടത് നിലപാടാണ്. നല്ല നിലപാടോട് അവനവന്റെ ബോധ്യത്തിലുണ്ടാവണ നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡില്ലാത്ത ഒരാൾ എങ്ങനെയാണ് 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചു? ഫസ്റ്റ് കയറിയ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത്. മുല്ലപ്പെരിയാർ നമുക്ക് എന്തായാലും പറയണം, അത് കേരളത്തിന്റെ ആവശ്യമാണ് നോക്കാൻ. ഇപ്പോഴോ ഇതിന്റെ ഇടയിൽ കൂടെ ഡാമൊക്കെ പുനർനിർമ്മാണിക്കണം എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് കുറച്ച് മരങ്ങളൊക്കെ മുക്കി നക്കി പോയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ഈ കേരളത്തിൽ ഇനിയിപ്പോ അത് ഏത് പാർട്ടിയാണെങ്കിൽ ശരി വോട്ട് ചെയ്തെങ്ങാണ്ട് ആ ടീമിനൊക്കെ വിജയിപ്പിച്ചാണ്ട് വെയിൽ കൊണ്ട് തല കറങ്ങി വീണ് പട്ടിണി കിടന്ന് വെള്ളത്തിന് ദാഹിച്ച് വിയർത്തൊലിച്ച് കുറെ പൊട്ടിത്തെറിക്കാനും വെട്ടിക്കൊല്ലാനും നടന്നുകൊണ്ട് ഇമ്മാതിരി ആളുകളെ വിജയിപ്പിച്ചും കണ്ട് കയറ്റിയിരിക്കാനും അതിപ്പോ ഇന്ന പാർട്ടിന്നില്ല, എല്ലാ പാർട്ടിയാണെങ്കിലും കൊണകളാണ്. ഒരു കാര്യം പൊതുസമൂഹത്തിന് ജനത്തിന് ഉണ്ടാവില്ല എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിയാണ് ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്? ഒരു തരത്തിലും കിട്ടൂല കേട്ടോ. ഇത് എന്നോട് കൂടി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും മുക്കാനോ നക്കാനോ വലിക്കാനോ വടിക്കാനോ പറ്റുമോ അത് നോക്കി നടക്കുന്ന ടീംസാണ് ഇതൊക്കെ. എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ എങ്ങനെങ്കിലും ഇന്ത്യയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുന്നത്? കേരളം പോട്ടെ, ഇന്ത്യയിൽ നിന്ന് ആളുകൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഓടുകയാണ് എവിടെങ്കിലും പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി. പക്ഷെ നടക്കുന്നില്ലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇതിലൊക്കെ എന്ത് പറയാനാണ്? എല്ലാരും മഹാരാജാവിനെ, ഇരട്ടച്ചങ്കുള്ള ഇരട്ട മുഖമുള്ള മഹാരാജാവിനെ വണങ്ങി നിന്നുകൊള്ളുക. എന്താ കൈവറക്കുന്നത്? ബേബി ഡാമിന്റെ പരിസരത്ത് 23 മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് അനുമതി തേടിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. 15 മരങ്ങൾ മുറിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകിയത് ശരിയാണ്. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഉത്തരവ് മരവിപ്പിച്ചെന്നും മന്ത്രി പറഞ്ഞു. സാർ, ഇത് ഗൗരവതരമായ വിഷയമാണ്. കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാണ്.